പ്ലസ് ടു ഇക്കണോമിക്സിന്റെ 4ാമത്തെ ചാപ്റ്ററിലെ 2 എളുപ്പമുള്ള ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് നമ്മൾ പഠിക്കുകയാണ്. ഓക്കെ, 2 ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. അതിലൊന്ന് ഷട്ട് ഡൗൺ പോയിന്റ്, അടച്ച് പൂട്ടുന്ന അവസ്ഥ. ഒരു വ്യവസായ സ്ഥാപനം മുന്നോട്ട് പ്രവർത്തിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയാതെ അടച്ച് പൂട്ടേണ്ടി വരുന്ന സാഹചര്യം. ഷട്ട് ഡൗൺ പോയിന്റ് ഇൻ ദ ഷോർട്ട് റൺ ആൻഡ് ദ ഷട്ട് ഡൗൺ പോയിന്റ് ഇൻ ദ ലോങ് റൺ ഓർ ഡ്യൂറിംഗ് ദ ലോങ് പീരീഡ് ഓഫ് ടൈം. അപ്പോൾ ഹ്രസ്വ കാലയളവിലും ദീർഘകാലയളവിലും ഒരു വ്യവസായ സ്ഥാപനം അടച്ചു പൂട്ടേണ്ടി വരുന്ന, ഉൽപാദനം നിർത്തി ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരുന്ന സാഹചര്യം എങ്ങനെയുണ്ടാവുന്നു, അതെന്താണ് എന്ന് പഠിക്കുകയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ, ഷട്ട് ഡൗൺ പോയിന്റ്. See, during short run. Yeah, shut down point during short run. ഹ്രസ്വ കാലയളവിൽ ഒരു വ്യവസായ സ്ഥാപനം എങ്ങനെയാണ് ഉൽപാദനം തുടർന്നു പോകാനാവാതെ ഉൽപാദനം നിർത്തി ആ യൂണിറ്റ് അടച്ചു പൂട്ടേണ്ടി വരിക, അത് പഠിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് ഷട്ട് ഡൗൺ പോയിന്റ്? എന്താണ് യഥാർത്ഥത്തിൽ ഒരു അടച്ചു പൂട്ടൽ ബിന്ദു അഥവാ അടച്ചു പൂട്ടേണ്ടി വരുന്ന അവസ്ഥ? ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ. ഇറ്റ് ഈസ് എ പർട്ടിക്കുലർ സിറ്റുവേഷൻ in which the business firm stops production and leaves the market is called a shutdown point. Okay? It means that each and every business unit or each and every producer should get the minimum price for their products, which should be equal to the average variable cost. Okay, the price of the product, price of the commodity should be equal to the minimum of average variable cost. P is equal to the minimum of average variable cost. Okay, ഇതാണ് ഓർത്ത് വെക്കേണ്ട പോയിന്റ്. എന്താണ്? വിലയും ആവറേജ് വേരിയബിൾ കോസ്റ്റിന്റെ മിനിമം ബിന്ദുവും തമ്മിൽ തുല്യമായിരിക്കണം. ഓക്കെ, ഇനി if the business firm cannot meet the average variable cost by way of selling the product, okay, that concerned business firm has to stop production and shut down that concerned business unit. Okay, therefore the minimum point of average variable cost is the shutdown point. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു? ഷട്ട് ഡൗൺ പോയിന്റ് ആണ് അടച്ചു പൂട്ടൽ ബിന്ദു, അടച്ചു പൂട്ടേണ്ടി വരുന്ന അവസ്ഥ. ഒരു വ്യവസായ സ്ഥാപനം ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഉൽപാദനം നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ അതിനെന്ത് വേണ്ടി വരുന്ന ഞാൻ പറഞ്ഞത്, ഏറ്റവും ചുരുങ്ങിയത് ആ ഉൽപാദന സ്ഥാപനം ഉൽപ്പാദിപ്പിച്ച് വിറ്റ വസ്തുക്കൾക്ക് ആ ആവറേജ് വേരിയബിൾ കോസ്റ്റിന്, അതായത് ശരാശരി വിഭേദക ചെലവ് എത്രയാണോ ആ ചെലവിന് മീറ്റ് ചെയ്യാനുള്ള വരുമാനമെങ്കിലും കിട്ടണം, അല്ലേ? അപ്പൊ സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിറ്റാൽ ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്താ? ഇത് ആവറേജ് വേരിയബിൾ കോസ്റ്റ്, ശരാശരി വിഭേദക ചെലവ് എന്ന് പറയുമ്പോൾ എന്താണ്? ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ഓർ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ആണ്. മൊത്തം വിഭേദക ചെലവിനെ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നത്തിന്റെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണല്ലോ ശരാശരി വിഭേദക ചെലവ്. അപ്പൊ വിഭേദക ചെലവ് എന്ന് പറഞ്ഞാൽ എന്താണ്? The cost which varies according to the variations in the level of output. If output increases, the variable cost will also increase and vice versa. അപ്പോൾ വിഭേദക ചെലവ് എന്ന് പറയുമ്പോൾ മാറ്റത്തിന് വിധേയമാകുന്ന ചെലവുകളാണ്. ഇതൊക്കെ വിശദമായി പഠിച്ചിട്ടുള്ളതാണ്. ഏതൊക്കെയാണ് വിഭേദക ചെലവ് ഉൾപ്പെടുന്നത്? പ്രധാനമായും see the wages of the laborers, rent of land or building, interest on capital borrowed, depreciation charges, maintenance charges, electricity charges, fuel charges, transportation charges, etc. 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 അതായത് ഒരു വ്യവസായ സ്ഥാപനം ഉൽപാദനത്തിൽ ഏർപ്പെടുമ്പോൾ നിരവധിയായ ചെലവുകൾ ചെയ്യേണ്ടി വരുന്നു. ഞാൻ ഈ പറഞ്ഞ ഈ ചെലവുകളൊക്കെ എന്താണ്? വിഭേദക ചെലവുകളാണ്, മാറ്റത്തിന് വിധേയമാവുന്ന ചെലവുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള മൊത്തം ചെലവിനെ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നത്തിന്റെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ ലഭിക്കുന്നതാണല്ലോ ആവറേജ് വേരിയബിൾ കോസ്റ്റ്.
അപ്പൊ ഇവിടെ നമ്മുടെ പോയിന്റ് ഹ്രസ്വ കാലയളവിൽ, ചുരുങ്ങിയ കാലയളവിൽ ഒരു വ്യവസായ സ്ഥാപനം ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്ന ഉൽപ്പന്നത്തിന് ലഭിക്കുന്ന വില എത്രയെങ്കിലും ആയിരിക്കണം. ചുരുങ്ങിയത് ആവറേജ് വേരിയബിൾ കോസ്റ്റ്, ഈ വിഭേദക ചെലവ്, ശരാശരി വിഭേദക ചെലവെങ്കിലും മീറ്റ് ചെയ്യുവാൻ പാകത്തിനുള്ളതായിരിക്കണം. അത്രയെങ്കിലും തുക കിട്ടണം. അങ്ങനെയാണെങ്കിൽ എന്താണ്, ഈ വ്യവസായ സ്ഥാപനത്തിന് കമ്പോളത്തിൽ തുടർന്ന് കൊണ്ടുപോകാൻ കഴിയും, ഉൽപാദനം തുടർന്ന് കൊണ്ടുപോകാനായിട്ട് കഴിയും. ഇല്ലെങ്കിലോ ഈ ഉൽപ്പന്നത്തിന്റെ വില ആവറേജ് വേരിയബിൾ കോസ്റ്റിനേക്കാൾ കുറവാണെങ്കിലോ എന്താണ് വേണ്ടത്? ഇറ്റ് വുഡ് ബി ബെറ്റർ ടു സ്റ്റോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് ഷട്ട് ഡൗൺ ദാറ്റ് കൺസേൺഡ് ബിസിനസ് യൂണിറ്റ്. ഇൻ ഷോർട്ട്, the minimum point of the average variable cost is the shutdown point during the short run. ഹ്രസ്വ കാലയളവിൽ ആവറേജ് കോസ്റ്റ് കർവിന്റെ മിനിമം ബിന്ദുവും വിലയും തുല്യത പാലിക്കുന്നു. പ്രശ്നമില്ല. ഇനി പറഞ്ഞതില് the answer to the question, what is the shutdown point during the short run? The minimum point of ABC is the shutdown point. Okay, നമുക്കിത് ഒരു ഡയഗ്രത്തിന്റെ സഹായത്തോടുകൂടി വളരെ എളുപ്പത്തിൽ വ്യക്തമാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഹ്രസ്വ കാലയളവിൽ ഒരു വ്യവസായ സ്ഥാപനത്തിന് ഏത് സാഹചര്യമാണ് അടച്ചുപൂട്ടാൻ ഉണ്ടാവുക അത് നമ്മൾ പഠിക്കുകയാണ്. ഏതാണ് പോയിന്റ്? പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ഷുഡ് ബി ഈക്വൽ ടു ദ മിനിമം ഓഫ് ദ ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവ്. ഓക്കെ, ആൻഡ് ഇഫ് ദ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ഫാൾസ് ബിലോ the minimum point of the average variable cost, see, the firm has to stop production and shut down that concerned business unit. ഇതാണ് നമ്മുടെ ആശയം. നമ്മളിവിടെ ഡയഗ്രാം വരയ്ക്കുകയാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. വളരെ സിമ്പിൾ ആണ്. അപ്പോൾ ഷട്ട് ഡൗൺ പോയിന്റ്, അടച്ചുപൂട്ടൽ അവസ്ഥ അഥവാ അടച്ചുപൂട്ടൽ ബിന്ദു എന്താണ്? വാട്ട് ഈസ് ഷട്ട് ഡൗൺ പോയിന്റ് ഡ്യൂറിംഗ് ദ ഷോർട്ട് പീരീഡ് എന്ന് ചോദിച്ചാൽ ഹ്രസ്വ കാലയളവിൽ ഒരു വ്യവസായ സ്ഥാപനത്തിന്റെ അടച്ചുപൂട്ടൽ ബിന്ദു വിശദീകരിക്കുക എന്ന് ചോദിച്ചാൽ എഴുതേണ്ട ഉത്തരം ഇതാ. എല്ലാവരും ബോർഡിലേക്ക് നോക്കുക. റെഡി? ഓക്കെ. ഇനി എക്സ് അക്ഷത്തിൽ നമ്മൾ ഔട്ട്പുട്ട്, ഉൽപ്പന്നം രേഖപ്പെടുത്തും. ഔട്ട്പുട്ട്. Y അക്ഷത്തിലാണെങ്കിലോ ആസ് യൂഷ്വൽ എന്താണ്? പ്രൈസ് ഓർ കോസ്റ്റ്. എല്ലാവരും കണ്ടു. X axis represents output, quantity of output which is produced and sold. ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നമാണ്. Y അക്ഷത്തിലാണെങ്കിലോ Y axis measures price or cost of production. റെഡി അല്ലേ? ഇനി first of all we have to draw the price line. ഈ ഡയഗ്രത്തിൽ നമ്മൾ ആദ്യം വരക്കാൻ പോകുന്നത് എന്താണ്? വിലരേഖയാണ്. പ്രൈസ് ലൈൻ. വിലരേഖയുടെ ഷേപ്പ് എന്തായിരുന്നു? പ്രൈസ് ലൈൻ should take, see, it is a horizontal straight line along the x axis. Okay, അപ്പോൾ നമ്മൾ ആദ്യം വിലരേഖ വരക്കുകയാണ്. വിലരേഖ വരച്ചു, ശ്രദ്ധിക്കണം. വിലരേഖ, ഇത് നമ്മൾ പേര് കൊടുക്കുകയാണ് പി. ഇത് എന്താണ്? വിലരേഖയാണ്. ഇതെങ്ങനെ ഈ വിലരേഖ നേർരേഖയായി എന്നൊക്കെ നമ്മൾ വ്യക്തമായി പഠിച്ചിരിക്കുകയാണ്. റെഡി? ഇനി നമ്മൾ എന്തൊക്കെ വേണം? ഇതില് 3 യു ഷേപ്പ് കർവ് വരക്കണം. ഏതൊക്കെയായിരിക്കും? സ്വാഭാവികമായിട്ടും ഷോർട്ട് റൺ ആണ്. അപ്പോൾ ആവറേജ്, ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്. പിന്നെയോ ഷോർട്ട് റൺ ആവറേജ് വേരിയബിൾ കോസ്റ്റ്, ഷോർട്ട് റൺ വേരിയബിൾ കോസ്റ്റ്. പിന്നെ എന്താണ്? നമുക്കറിയാം ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്. അപ്പോൾ നമ്മൾ ഈ ഡയഗ്രാം മുഴുവൻ ഇതിനു മുമ്പ് വരച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ആദ്യം നമ്മൾ വരക്കേണ്ടത്? ആവറേജ് കോസ്റ്റ്. നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ആവറേജ് കോസ്റ്റ്, പിന്നെ എന്താണ്? ആവറേജ് വേരിയബിൾ കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ്. ഇതൊക്കെ എന്താണ്? യു ആകൃതിയാണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ യു ആകൃതിയാണ്. അത് എങ്ങനെ വന്നു എന്നൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. യെസ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നമ്മുടെ ഷെഡ്യൂൾ, മുമ്പ് പഠിച്ച ആ ഷെഡ്യൂളിൽ ആവറേജ് കോസ്റ്റ് ആണ് ഏറ്റവും ഉയർന്ന സംഖ്യ. അതൊരു പരിധിയിലപ്പുറം കുറയുന്നില്ല, അല്ലേ? അത് ഒരു പരിധി കുറഞ്ഞ് വീണ്ടും വർദ്ധിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആവറേജ് കോസ്റ്റ് കർവ് യു ആകൃതിയിൽ വരക്കാൻ പോവുകയാണ്. നോക്കുക. ഓക്കെ, ഇതെന്താണ്? ആവറേജ് കോസ്റ്റ് കർവാണ്. അപ്പോൾ എന്താണ്? ഇത് ഷോർട്ട് റൺ ആയതുകൊണ്ട് നമ്മൾ SAC എന്ന് കൊടുക്കും. ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവ്, ഹ്രസ്വകാലമുള്ള ശരാശരി ചിലവ് വക്രം വരച്ചു കഴിഞ്ഞു. ഇനി ഇതിന്റെ ഇതേ ആകൃതിയിൽ, യു ആകൃതിയിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? എന്ത് ചെയ്യേണ്ടി വരും? ആവറേജ്
വേരിയബിൾ കോസ്റ്റ് വരക്കേണ്ടി വരും. എന്താണ് ABC, ആവറേജ് വേരിയബിൾ കോസ്റ്റ്. എന്താണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്. മൊത്തം വിഭേദക ചിലവിനെ, മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന മൊത്തം ചിലവിനെ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നത്തിന്റെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ ശരാശരി വിഭേദക ചെലവ് നമുക്ക് ലഭിക്കും. ഒക്കെ പഠിച്ചതാണ്. അപ്പോൾ ഈ ഭാഗത്തിൽ നമ്മൾ എന്താണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് വരക്കുകയാണ്. ശ്രദ്ധിക്കണം. ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ഒരു കാര്യം നോക്കൂ, ആവറേജ് വേരിയബിൾ കോസ്റ്റിന്റെ മിനിമം ബിന്ദു, മിനിമം പോയിന്റ് വിലരേഖയെ സ്പർശിച്ചിരിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഈ സ്പർശിച്ച ഈ ടാൻജന്റ് ആയിട്ടുള്ള ഈ ബിന്ദുവിൽ ഉൽപ്പന്നത്തിന്റെ വിലയും ശരാശരി വിഭേദക ചെലവും തുല്യത പാലിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, യെസ്. അങ്ങനെ നമ്മൾ ഇവിടെ ഒരു ബിന്ദു രേഖപ്പെടുത്തുകയാണ്. എന്താണ് ഇതിന്റെ ബിന്ദുവിന്റെ പ്രത്യേകത? ഉൽപ്പന്നത്തിന്റെ വിലയും ശരാശരി വിഭേദക ചെലവും ഇവിടെ തുല്യത പാലിച്ചിരിക്കുകയാണ്. ഇനി ശ്രദ്ധേയമായിട്ടുള്ളത്, നമുക്ക് മാർജിനൽ കോസ്റ്റ് വരക്കേണ്ടതുണ്ട് അല്ലേ? മാർജിനൽ കോസ്റ്റ് എന്താണ് ഇതിന്റെ പ്രത്യേകത? നമ്മൾ പഠിച്ചിട്ടുണ്ട്, മാർജിനൽ കോസ്റ്റ് കർവ് ഓൾവേസ് മസ്റ്റ് കട്ട് ദ ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഓർ ആവറേജ് കോസ്റ്റ് കർവ് ഫ്രം ബിലോ. അപ്പോ സീമാന്ത ചെലവ് വക്രം ഈ ശരാശരി വിഭേദക ചെലവ് വക്രത്തിന്റെയും ശരാശരി ചെലവ് വക്രത്തിന്റെയും അടിയിലൂടെ കട്ട് ചെയ്ത് മിനിമം ബിന്ദുവിലൂടെ കട്ട് ചെയ്ത് മുകളിലേക്ക് പോവുകയാണ് ചെയ്യേണ്ടത്. അതൊരു റൂളാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ എന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ വരക്കുകയാണ്. അപ്പോൾ ആവറേജ് വേരിയബിൾ കോസ്റ്റിന്റെ മിനിമം ബിന്ദുവിലൂടെയും ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റിന്റെ ശരാശരി ചെലവിന്റെ മിനിമം ബിന്ദുവിലൂടെയും മാർജിനൽ കോസ്റ്റ് കർവ് കട്ട് ചെയ്ത് പോവുകയാണ്. നോക്കുക. അപ്പൊ നമ്മളോട് വ്യക്തമാക്കാൻ പോകുന്നത് എന്താണ്? ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവിന്റെയും ആവറേജ് കോസ്റ്റ് കർവിന്റെയും മിനിമം ബിന്ദുവിലൂടെ മാർജിനൽ കോസ്റ്റ് കർവ് കട്ട് ചെയ്ത് പോവുകയാണ്. നോക്കുക, ഇങ്ങനെ കട്ട് ചെയ്ത് ഇവിടെ എത്തി, ഇനി നേരെ കട്ട് ചെയ്താ പോവുകയാണ്. ഇതിനെന്താണ്? ഇത് മാർജിനൽ കോസ്റ്റ് കർവാണ്. പക്ഷേ ഇത് ഷോർട്ട് റൺ ആയതുകൊണ്ട്, ഹ്രസ്വ കാലയളവായതുകൊണ്ട് നമ്മൾ ഇതിന് SMC എന്ന് കൊടുക്കും. ഓക്കെ, നമ്മൾ അതുകൊണ്ട് എന്താണ്, ഈ ബിന്ദുവിൽ നിന്ന് നേരെ X അക്ഷത്തിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കുകയാണ്. നമ്മളിവിടെ ഈ ബിന്ദുവിൽ S എന്ന് കൊടുക്കും, ഇതിനെ നമ്മളിവിടെ Q എന്ന് കൊടുക്കും. എല്ലാവരും ബോർഡിലേക്ക് നോക്കണം. എന്താണിത്? This diagram clearly explains the shutdown point of a business firm during the short run. This is the shutdown point. Here, price of the commodity is equal to the minimum of the average variable cost. Okay, ഇതാണ് നമ്മുടെ ഉത്തരം. എന്താണ്? Shutdown point during the short run is the minimum point of the average variable cost curve. Okay, നമ്മൾ വിഭേദക ചെലവിന്റെ മിനിമവും വിലയും തുല്യത പാലിക്കുന്നത് എവിടെയാണോ അവിടെ പ്രശ്നമില്ല, ഉൽപാദനം തുടർന്നു കൊണ്ടുപോകുക. പക്ഷേ ഇതിന് വീണ്ടും വില ഇങ്ങോട്ട് കുറയുകയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? വ്യവസായ സ്ഥാപനത്തിന് ഉൽപാദനം നിർത്തേണ്ടി വരും. നമ്മൾ S എന്ന ബിന്ദു എന്താണ് പഠിച്ചത്? വിലയും ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവിന്റെ മിനിമം ബിന്ദുവും തുല്യത പാലിച്ചു. ഓക്കെ, ഇവിടെ ഉൽപാദനം നടത്താൻ കുഴപ്പമില്ല. ഇവിടെ വെച്ച് എത്ര ഉൽപാദിപ്പിച്ചു? OP എന്ന വിലയിൽ OQ അളവ് സാധനം ഉൽപാദിപ്പിച്ചു. വ്യവസായ സ്ഥാപനത്തിന് തുടർന്ന് പോകാം, നോ പ്രോബ്ലം. ഇനി പ്രശ്നം എന്താണ്? If the price of the commodity goes down or falls below OP, price of the commodity falls from OP to something like this. See, OP എന്ന വിലയിൽ നിന്ന് താഴോട്ട് വരികയാണെന്ന് വിചാരിക്കുക. ഇവിടെ OP1 വില ഇത്രയും കുറഞ്ഞു എന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ എന്താണ്? ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവിന്റെ മിനിമം ബിന്ദു കാണുന്നില്ല. അതുകൊണ്ട് എന്താണ്? ഈ വ്യവസായ സ്ഥാപനത്തിന് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ ഈ ഡയഗ്രം ഞാൻ എങ്ങനെയാ വരച്ചത്? ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്? വിലരേഖ വരച്ചു. അതിനെ വിലരേഖയെ സ്പർശിച്ചുകൊണ്ട് ആദ്യം വിലരേഖയുടെ മുകളിൽ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവ് വരച്ചു. അതിനുശേഷം വിലരേഖയെ സ്പർശിച്ചുകൊണ്ട് ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവ് വരച്ചു. ഈ രണ്ട് വക്രങ്ങളുടെയും മിനിമം ബിന്ദുവിലൂടെ മാർജിനൽ കോസ്റ്റ് കർവ് കട്ട് ചെയ്ത് മുകളിലേക്ക് ഖണ്ഡിച്ചുകൊണ്ട് മുകളിലേക്ക് പോയി. ഓക്കെ, അപ്പോൾ ഈ S എന്ന ബിന്ദുവിൽ വില OP ഈ അളവിലായിരുന്നു വിലയുണ്ടായിരുന്നത്. ഈ അളവിൽ OQ എമൗണ്ട് സാധനം ഉൽപ്പാദിപ്പിച്ചു. എന്താണ്? അപ്പോൾ വിലയും ആവറേജ് വേരിയബിൾ കോസ്റ്റും ശരാശരി വിഭേദക ചെലവും തുല്യത പാലിച്ചു. ഓക്കെ, പ്രശ്നമില്ല, ഉൽപാദനം തുടർന്നുകൊണ്ട് പോകാം, നോ പ്രോബ്ലം. ഇതേപോലെയാണെങ്കിൽ പക്ഷേ വില കുറഞ്ഞാലോ?
ഈ ഒ പി എന്ന വില OP1 ആയിട്ട് ഇത്രയും കുറഞ്ഞു കഴിഞ്ഞാലോ ഒരു കാരണവശാലും ആ വ്യവസായ സ്ഥാപനത്തിന് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. ആ വ്യവസായ സ്ഥാപനം അടച്ചു പൂട്ടേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് in this diagram point S is the shutdown point of the business firm during the short run. ഓക്കെ, അപ്പോൾ ഇതാണ് ഹ്രസ്വ കാലയളവിൽ ഒരു വ്യവസായ സ്ഥാപനത്തിന്റെ അടച്ചുപൂട്ടൽ ബിന്ദു, അടച്ചുപൂട്ടേണ്ടി വരുന്ന അവസ്ഥ. എന്തേ ആശയമുള്ളൂ? നമുക്കറിയാലോ, ഒരു വ്യവസായ സ്ഥാപനം ഉൽപാദനം തുടർന്നുകൊണ്ട് പോകണമെങ്കിൽ എന്താണ്, ഉൽപാദന ചെലവ് നിവർത്തിക്കുവാനുള്ള വരുമാനമെങ്കിലും സാധനം വിറ്റാൽ കിട്ടണം. ഓക്കെ അല്ലേ? അപ്പോഴെന്താണ് നമ്മൾ ആശയം? ഉൽപ്പന്നങ്ങൾ വിറ്റപ്പോൾ എന്താണ് അടിസ്ഥാനപരമായി ചെയ്യേണ്ടുന്ന അല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ചെലവുകൾ പോലും കിട്ടുന്നില്ല. അപ്പോൾ ചെലവ് അധികവും വരുമാനം കുറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. അത് തന്നെയാണ് ഇവിടുത്തെ ആശയം. അതുകൊണ്ട് ഷോർട്ട് റൺ ഷട്ട്ഡൗൺ പോയിന്റ് ഈസ് ദ മിനിമം പോയിന്റ് ഓഫ് ദ ABC. അപ്പോൾ ഒരു മാർക്കിന് ചോദിച്ചാലും എന്താണ്, സി ദ മിനിമം പോയിന്റ് ഓഫ് ABC ഈസ് എന്താണ്, ദ മിനിമം പോയിന്റ് ഓഫ് ABC ഈസ് ദ ഷോർട്ട് റൺ ഷട്ട്ഡൗൺ പോയിന്റ് ഡ്യൂറിംഗ് ദ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. ഓക്കെ, അങ്ങനെ അത് മനസ്സിലാക്കി പഠിക്കണം. ഇനി നമ്മൾ ദീർഘകാല അളവിൽ ഇതേപോലെ തന്നെയുണ്ട്. ദീർഘകാല അളവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലോങ് പീരീഡ് ഓഫ് ടൈം. നമ്മൾ ഹ്രസ്വകാല അളവിൽ ധാരാളം ചിലവുകളുടെ സങ്കല്പം പഠിച്ചു. ഈ നമ്മൾ ഹ്രസ്വകാല അളവിലേക്ക് ഇവിടെ നമ്മൾ ഡയഗ്രാം ഫിക്സ് ചെയ്തു. അതിനനുസരിച്ച് എങ്ങനെയാണ് ഹ്രസ്വകാല അളവിൽ ഒരു വ്യവസായ സ്ഥാപനം ഉൽപ്പാദനം നിർത്തിപ്പോകേണ്ടുന്ന സാഹചര്യം സംജാതമാകുക എന്ന് പഠിച്ചു നമ്മൾ. ഇനി ദീർഘകാല അളവിൽ ഒരു വ്യവസായ സ്ഥാപനം ഉൽപ്പാദനം നിർത്തിപ്പോകേണ്ടുന്ന സാഹചര്യം മനസ്സിലാക്കണം. എന്താണ് ഇവിടെ, എന്താണ് ദ മിനിമം പോയിന്റ് ഓഫ് ABC. അപ്പൊ എന്താണ് ഷട്ട്ഡൗൺ പോയിന്റ് എന്താണ്, പ്രൈസ് ഷുഡ് ബി ദ മിനിമം പോയിന്റ് ഓഫ് ABC. അതാണ് നമ്മൾ ഇവിടെ പഠിച്ച അടച്ചുപൂട്ടൽ അവസ്ഥ. പക്ഷെ ദീർഘകാല അളവിൽ എന്താണ്, ഇവിടെ ABC പഠിച്ച സ്ഥാനത്ത് അവിടെ എന്താണ് ലോങ് റൺ ആവറേജ് കോസ്റ്റ്. അപ്പോൾ ദീർഘകാല അളവിലുള്ള ശരാശരി ചെലവ് വക്രത്തിന്റെ മിനിമം ബിന്ദുവാണ് എന്ത്, ദീർഘകാല അളവിലുള്ള അടച്ചുപൂട്ടൽ ബിന്ദു. എന്താണ്, P is equal to the minimum point of LRAC. ആവറേജ് കോസ്റ്റ് തന്നെയാണ്, പക്ഷെ ലോങ് റൺ ആയതുകൊണ്ട് LRAC എന്ന് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ the minimum point of long run average cost is the shutdown point during the long period. പിന്നെയോ the minimum point of the average variable cost is the shutdown point during the short period. ഇതാണ് ആശയം. ഇനി നമുക്ക് ഈ ഡയഗ്രത്തിന് പകരം മിനിമം പോയിന്റ് ദീർഘകാല അളവിൽ എങ്ങനെയാണെന്ന് മറ്റൊരു ഡയഗ്രത്തിന്റെ സഹായത്തോടുകൂടി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ ഡയഗ്രാം എല്ലാവർക്കും ക്ലിയർ ആയി ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുക ഷട്ട്ഡൗൺ പോയിന്റ് ഡ്യൂറിംഗ് ദ ലോങ് റൺ. അടച്ചുപൂട്ടൽ അവസ്ഥ ദീർഘകാല അളവിൽ എങ്ങനെയാണ്, ദീർഘകാല അളവിൽ ഒരു വ്യവസായ സ്ഥാപനത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ എങ്ങനെയാണ്, ഉൽപാദനം നിർത്തി ആ യൂണിറ്റ് അടച്ചുപൂട്ടേണ്ടി വരുന്നത് എപ്പോഴാണ്, ഇതാണ് നമ്മൾ ഇപ്പോൾ പഠിക്കുക. എപ്പോഴാണ്, ഇതാണ് പ്രൈസ് ഈസ് ഈക്വൽ ടു the minimum of LRAC. എല്ലാവരും ഓർത്തിരിക്കുക, വിലയും ദീർഘകാല ശരാശരി ചെലവ് വക്രത്തിന്റെ മിനിമം ബിന്ദുവും തമ്മിൽ തുല്യത പാലിക്കുമ്പോൾ എന്താണ്, തുല്യത പാലിക്കുന്ന ബിന്ദുവാണ് അടച്ചുപൂട്ടൽ ബിന്ദു. അവിടെ നിന്ന് വീണ്ടും വില കുറയുകയാണെങ്കിലോ ഒരു കാരണവശാലും ഉൽപാദനം തുടർന്നു പോകാൻ കഴിയുകയില്ല. അപ്പൊ നിങ്ങൾ എന്ത് പറയും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാട്ട് ഈസ് ഷട്ട്ഡൗൺ പോയിന്റ്? Yeah, shutdown point we mean it is a particular state, it is a particular stage, or it is a particular situation, okay, in which the business unit stops production and leaves the market. That is what is called the shutdown point. Okay, yeah. അപ്പോൾ ദീർഘകാല അളവിൽ ഒരു വ്യവസായ സ്ഥാപനത്തിന് അവര് ചിലവ് ചെയ്യുന്ന ശരാശരി ചിലവ്, അവരുടെ മൊത്തം സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ശരാശരി ചിലവെങ്കിലും നിവർത്തിക്കുവാൻ സാധനങ്ങൾ വിറ്റപ്പോൾ പണം ലഭിക്കുന്നില്ലെങ്കിൽ എന്താണ്, ആ വ്യവസായ സ്ഥാപനം പൂട്ടേണ്ടി വരും. നമ്മൾ ഷോർട്ട് റണ്ണിൽ പഠിച്ച അത്രയും കോൺസെപ്റ്റ് ലോങ് റണ്ണിൽ പഠിക്കുന്നില്ല. ഷോർട്ട് റണ്ണിൽ നമ്മൾ പഠിച്ചു, എന്തൊക്കെ പഠിച്ചു? ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ്, ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, ആവറേജ് വേരിയബിൾ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ്, ആവറേജ് കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ്. 7 കോൺസെപ്റ്റ് ഷോർട്ട് റണ്ണിൽ നമ്മൾ ഹ്രസ്വകാല അളവിൽ ചിലവ് സംബന്ധിച്ച് പഠിച്ചിരുന്നു. ഇവിടെയോ ലോങ് റണ്ണിൽ ദീർഘകാല അളവിൽ നമ്മൾ വെറും 2 കോൺസെപ്റ്റേ പഠിച്ചിട്ടുള്ളൂ. എന്തൊക്കെയാണ്? ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ്. അപ്പോൾ ആവറേജ് കോസ്റ്റ് എന്താണ്? ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ്. മൊത്തം ഉൽപാദന ചെലവിനെ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ ലഭിക്കുന്നത് ശരാശരി ചെലവാണ്. ഇനി എന്താണ്? ലോങ് റൺ മാർജിനൽ കോസ്റ്റ് പഠിച്ചിരുന്നു. മാർജിനൽ കോസ്റ്റ് നമുക്ക് എപ്പോഴും പറയാം എന്താണ്? മൊത്തം ഉൽപാദന ചെലവിനോട് കൂടി അധികമായി ഒരു യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിനുവേണ്ടി വരുന്ന ചിലവ് അഥവാ മൊത്തം ഉൽപാദന ചെലവിലുണ്ടാകുന്ന വർധനവ്. ദ അഡീഷൻ മെയ്ഡ് ടു ടോട്ടൽ
cost when one more unit of the commodity is produced. ഓക്കെ, അത് നമ്മൾ പഠിച്ചു. ഇനി ആ ഒരു സാഹചര്യം ഏത് സാഹചര്യമാണ്? P is equal to price of the commodity should be equal to the minimum point of the long run average cost. ഓക്കെ, ഇതെന്താണ്? ഷട്ട് ഡൗൺ പോയിന്റ് ഡ്യൂറിംഗ് ദ ലോങ് റൺ. ദീർഘകാലയളവിൽ ഒരു വ്യവസായ സ്ഥാപനത്തിന്റെ അടച്ചുപൂട്ടൽ ബിന്ദു എന്ന് പറയുന്നത് P is equal to minimum of long run average cost. അതെങ്ങനെ ഡയഗ്രാം ആക്കി മാറ്റാമെന്ന് നോക്കാം. വളരെ സിമ്പിൾ ആണ്, ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, നേരത്തെ മെഷർമെന്റ് നടത്തിയതുപോലെ തന്നെ എക്സ് അക്ഷത്തിൽ ഔട്ട്പുട്ട്, y axis shows price or cost. യെസ്, ഇനി എന്താണ് ആദ്യം നമ്മൾ വരക്കണം എന്ന് പറഞ്ഞതാണ്? വിലരേഖ വരക്കണം, പ്രൈസ് ലൈൻ വരക്കണം. എങ്ങനെയാണ് പ്രൈസ് ലൈനിന്റെ എന്തായിരുന്നു ആകൃതി? എക്സ് അക്ഷത്തിന് സമാന്തരമായ ഒരു രേഖയാണ്. ഓക്കെ, വിലരേഖ ഇതാണ്, എക്സ് അക്ഷത്തിന് ഒരു സമാന്തര രേഖയാണ്. വരച്ചോളൂ. യെസ്, ഇത് പ്രൈസ് ലൈൻ ആണ്, പി പ്രൈസ് ലൈൻ ആണ്. യെസ്, ഇനി നമുക്ക് എന്താണ് എന്തൊക്കെ തുല്യമാണ്? P should be equal to the minimum of long run average cost ആണ്. അപ്പോൾ വിലരേഖയെ സ്പർശിച്ചുകൊണ്ട് വേണം എന്ത് ലോങ് റൺ ആവറേജ് കോസ്റ്റ് വരക്കുവാൻ. അപ്പോൾ നമ്മൾ വരക്കുകയാണ് ലോങ് റൺ ആവറേജ് കോസ്റ്റ് വരക്കണം. അപ്പോൾ ദീർഘകാലം ആയതുകൊണ്ട് എന്താണ് ആവറേജ് കോസ്റ്റും മാർജിനൽ കോസ്റ്റും കമ്പാരിറ്റീവ്ലി ഫ്ലാറ്റ് ആയിട്ട് വരക്കണം. എന്താണ് സ്റ്റീപ്പ് ആവാൻ പാടില്ല, ദീർഘകാലമാണ്. അതപ്പോൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ നമ്മൾ ആവറേജ് കോസ്റ്റ് കർവ് ആദ്യം വരക്കുകയാണ്. ആവറേജ് കോസ്റ്റ് കർവിന്റെ മിനിമം പോയിന്റ് ഈ വില രേഖയിൽ സ്പർശിക്കണം. അതെങ്ങനെയാണ് നോക്കുക? യെസ്, ഇതെന്താണ്? LRAC ആവറേജ് കോസ്റ്റ് ആണ്. പക്ഷെ ലോങ് റൺ ആയതുകൊണ്ട് ലോങ് റൺ ആവറേജ് കോസ്റ്റ്, അതിന്റെ ഷോർട്ട് ഫോം ആണ് LRAC. ഇതൊക്കെ പഠിച്ചതാണ്. ഇവിടെ എന്താ പ്രശ്നം? ഈ ബിന്ദുവിൽ എന്താണ് ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവും വിലരേഖയും തുല്യത പാലിച്ചു. ടാൻജന്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് തുല്യത പാലിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. ഓക്കെ അല്ലേ? ഇനി എന്താ വേണ്ടത്? ഈ ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവിന്റെ മിനിമം ബിന്ദു ഖണ്ഡിച്ചുകൊണ്ട് മാർജിനൽ കോസ്റ്റ് കർവ് മുകളിലേക്ക് കയറി പോകണം. ലോങ് റൺ മാർജിനൽ കോസ്റ്റ് കർവ്. അപ്പൊ അതിങ്ങനെ വരക്കുക. യെസ്, ഓക്കെ, ഇതാണ് മാർജിനൽ കോസ്റ്റ് ആണ്, സീമാന്ത ചെലവാണ്. പക്ഷെ ലോങ് റൺ ആയതുകൊണ്ട് നമ്മൾ ഇതിന് കൊടുക്കും LR, ലോങ് റൺ മാർജിനൽ കോസ്റ്റ്. അതിന് ഷോർട്ട് ഫോം ഏതാണ്? LRAC കൊടുക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇന്റർസെക്ഷൻ പോയിന്റിൽ നിന്ന് ഈ ഖണ്ഡിച്ച ബിന്ദുവിൽ നിന്ന് നേരെ എക്സ് അക്ഷത്തിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കുക. ഇവിടെ നമ്മൾ Q0 എന്ന് കൊടുക്കുക. ഇതാണ് ബിന്ദു, ഇത് E ആണെന്ന് വിചാരിക്കുക. E എന്ന ബിന്ദു. യെസ്, ഈ എന്ന ബിന്ദുവിന്റെ പ്രത്യേകത എന്താണ്? P is equal to the minimum of long run average cost. ഇതാണ് ഉത്തരം. ഏതാ ഉത്തരം? യെസ്, എന്താണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വിചാരിക്കുക. Diagrammatically explain the long run shutdown point of a business firm. അപ്പോൾ ഷട്ട്ഡൗൺ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? അടച്ചുപൂട്ടൽ അവസ്ഥ, അടച്ചുപൂട്ടൽ ബിന്ദു. അപ്പൊ ദീർഘകാല അളവിൽ ഒരു വ്യവസായ സ്ഥാപനം എപ്പോഴാണ് അടച്ചുപൂട്ടേണ്ടി വരിക? ആ വ്യവസായ സ്ഥാപനത്തിന് ആവറേജ് കോസ്റ്റിന്റെ മിനിമം തുകയെങ്കിലും വിലയായി ലഭിക്കാതിരിക്കുമ്പോൾ എന്താണ് സ്വാഭാവികമായിട്ടും അടച്ചുപൂട്ടേണ്ടി വരും. ഇവിടെ എന്താണ് എന്തൊക്കെ സെന്റൻസ് നമ്മൾ ഇവിടെ എഴുതും? By shutdown point we mean it is a particular situation in which the business unit stops production and thereby to leave the market. If a business firm during the long run wants to continue or proceed production, that concerned business unit should get the price, minimum price equal to the minimum of average cost. Okay, and if the business firm is not getting the minimum price equal to the average cost during the long run, that concerned business firm must have to stop production and thereby to leave the market. Okay, shut down that concerned business unit. അപ്പോൾ എന്താണ് ആ ഒരു പ്രത്യേക വ്യവസായ യൂണിറ്റ് അടച്ചുപൂട്ടുകയാണ്, അത് ഷട്ടർ ഇടുകയാണ്, ഷട്ട് ഡൗൺ ചെയ്യുകയാണ്, അത് പൂട്ടി. കാരണം മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. എന്താണ് ഈ ശരാശരി ചെലവിന്റെ മിനിമം ബിന്ദുവിലെങ്കിലും ശരാശരി ചെലവിന്റെ
ഈ ശരാശരി ചെലവ് വക്രത്തിന്റെ മിനിമം ബിന്ദു അത്രയെങ്കിലും മിനിമം എങ്കിലും വിലയായി ലഭിക്കുന്നില്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകും? നഷ്ടത്തിൽ പോകാൻ കഴിയുകയില്ല. അതുകൊണ്ട് എന്താണ്? And if the business firm continues production, definitely that concerned business unit will incur loss. അതുകൊണ്ട് നഷ്ടത്തിൽ പോകാതെ എന്താണ്, കഷ്ടിച്ച് മുടക്കിയ മുതലിന് ചിലവാക്കിയ തുകയ്ക്ക് തത്തുല്യമായ വരുമാനം സാധനങ്ങൾ വിറ്റപ്പോൾ ലഭിക്കുന്ന ആ ബിന്ദുവിൽ വെച്ച് എന്ത് ചെയ്യും? ആ വ്യവസായ സ്ഥാപനം ഉൽപാദനം എന്താണ്, വീണ്ടും വില കുറയുന്നതിന് മുമ്പ് ഉൽപാദനം നിർത്തും, നഷ്ടത്തിൽ പോകാതെ. ഇതാണ് പോയിന്റ്. അപ്പൊ ഇത്രയും പറഞ്ഞതിന്റെ കണ്ടൻസ് എത്രയേ ഉള്ളൂ? എന്താണ്? ഷട്ട് ഡൗൺ പോയിന്റ് ഡ്യൂറിംഗ് ദ ഷോർട്ട് റൺ. എന്താ ആൻസർ? പ്രൈസ് ഈസ് ഈക്വൽ ടു ദ മിനിമം ഓഫ് ആവറേജ് വേരിയബിൾ കോസ്റ്റ്. തീർന്നു? യാ. വാട്ട് ഈസ് ദ ആൻസർ? ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ഈസ് shut down points during the short run. Explain. The answer to that question is the minimum point of AVC, average variable cost, is the shutdown point that can be easily explained with the help of a diagram. എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് നമ്മൾ എഴുതുന്നു. ആ നേരത്തെ വരച്ച ഡയഗ്രാം വളരെ എളുപ്പത്തിൽ വരക്കുന്നു. ഇനി see, diagrammatically explain the shutdown point during the long period of time, long run. What is the answer? Yeah, see, the minimum point of long run average cost is the, say the point E is the shutdown point. Okay, and that point also can be easily illustrated with the help of a diagram. This diagram varakunu. In this diagram, x-axis represents quantity of output, y-axis price or cost. Ready? And first of all we have to draw the price line which should be parallel to the x-axis or quite horizontally along the x-axis. Okay, and then we have to draw the long run average variable cost curve which should be tangent. See, that concerned long run average cost curve, see, should tangent, okay, should touch the minimum point of the LRSC, should touch the price line. What it means? See, in that point, this point E, see, the price of the commodity equalizes with the minimum of long run average cost. Okay, yes, and always we know the marginal cost curve during the downward direction, marginal cost curve lies below the average cost curve, which means during the initial stage of production or at first the average cost will be comparatively higher than the marginal cost, and after the intersection point, see, marginal cost curve lies above the average cost curve because marginal cost increases more rapidly than the average cost. Okay, ഇതൊക്കെ മുമ്പേ പഠിച്ചതാണ്. എന്നാൽ ഇവിടുത്തെ പോയിന്റ് ആണ്. ഇങ്ങനെ ഒരു ഡയഗ്രാം വരക്കുന്നു. ഇവിടെ E എന്ന ബിന്ദു രേഖപ്പെടുത്തുക. E ൽ നിന്ന് നേരെ നമ്മൾ ഇവിടെ ഒരു ആരോ കൊടുത്തത് P is equal to minimum of LRSC is the shutdown point during the long run. In such a situation, the business firm produces OQ0 level of output at OP price. No problem. And if price falls from OP to OP, goes down from OP, it would be better to stop production and shut down the business unit. Okay, അപ്പോൾ വളരെ എളുപ്പമാണ്, എല്ലാവരും പഠിക്കണം. ഇത് പബ്ലിക് എക്സാമിന് ചോദിക്കും. എന്താണ് ഷട്ട് ഡൗൺ പോയിന്റ്? അടച്ചുപൂട്ടൽ അവസ്ഥ അഥവാ അടച്ചുപൂട്ടൽ ബിന്ദു. അപ്പോൾ നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഹ്രസ്വകാല അളവിലാണെങ്കിൽ P is equal to minimum of ABC. ദീർഘകാല അളവിലാണെങ്കിൽ P is equal to the minimum of LRAC. Yes, ഇതാണ് ആൻസർ. അപ്പോൾ നന്നായി പഠിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം.